ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? ഇന്നത്തെ ഇഫ്താറിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ മസാല സേമിയ ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 2 പാക്കറ്റ് സേമിയാണ് എടുത്തേക്കണത്. അപ്പോൾ അതൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് പൊട്ടിച്ചിട്ട് വേണം നമുക്കൊന്ന് വറുത്തെടുക്കാൻ. ആദ്യം തന്നെ വറുത്തിട്ട് നമുക്ക് സേമിയ ഉണ്ടാക്കുകയാണെങ്കിൽ സേമിയ തമ്മിൽ ഇങ്ങനെ ഒട്ടിപ്പിടിക്കാതെ നന്നായി വിട്ടിങ്ങനെ കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊന്ന് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ ചെറുതായിട്ടൊന്ന് വറുത്തെടുത്ത സേമിയ ഒരു പേപ്പറിലേക്ക് വെച്ച് കൊടുക്കാം. ഇത് പ്ലേറ്റിലൊക്കെ ആക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായതുകൊണ്ടാണ് ഞാൻ പേപ്പറിലേക്ക് എടുത്തത്. അപ്പോൾ ഇനി അതിന് ശേഷം വീണ്ടും ചട്ടി വെച്ച് കൊടുക്കുക. എന്നിട്ട് ആവശ്യത്തിനുള്ള കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് മെയിനായിട്ട് വേണ്ടത് നമ്മുടെ മസാല ഐറ്റംസായ പട്ടയും കറാമ്പുമാണ് വേണ്ടത്. സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ് മസാല സേമിയ. എന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് കടുകും ഉള്ളിയൊക്കെ താളിച്ചിട്ടുള്ള സേമിയ അല്ലേ, അതിൽ നിന്നൊക്കെ നല്ലൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ടേസ്റ്റുള്ളൊരു സേമിയാണിത്. അപ്പോൾ നമ്മുടെ ഈ സാധനങ്ങൾ മസാലകളൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 2 ചെറിയ സവാള നീളത്തിൽ അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഗോൾഡൻ കളർ ആവുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ എല്ലാവർക്കും നോമ്പൊക്കെ എങ്ങനെയുണ്ട്, ക്ഷീണമുണ്ടോ? ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് മഴയൊക്കെ ഉള്ളത് കൊണ്ട് കുഴപ്പമില്ല, ചൂടിൻ്റെ ഒരു കാഠിന്യമൊക്കെ ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കുന്ന സേമിയ ഇവിടെ വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കലുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ്. അതിന് പ്രത്യേകിച്ച് ഒരു കറിയോ കാര്യങ്ങളോ ഒന്നും ആവശ്യമില്ല, നമുക്ക് അങ്ങനെ തന്നെ കഴിക്കാൻ പറ്റും. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതാ നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്തി കൊടുക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഞാനൊരു 1 ടീസ്പൂൺ ചേർത്തി കൊടുക്കുന്നുണ്ട്. അതും കൂടെ ചേർത്ത് നല്ലപോലെ വഴറ്റി കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ആഡ് ചെയ്യുമ്പോൾ നല്ലപോലെ തീയൊക്കെ കുറച്ച് വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുകയാണെങ്കിൽ അടി പിടിക്കാതെ നമുക്ക് നല്ലപോലെ കിട്ടും. അപ്പോൾ ഇഫ്താർ വ്ളോഗൊക്കെ എല്ലാവരും ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ നേരത്തെ ഇട്ട് ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റൊക്കെ ഒന്ന് പച്ചമണം മാറിയതിന് ശേഷം ഒരു 2 പച്ചമുളക് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് കീറിയിട്ടത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. എരിവിനനുസരിച്ചൊക്കെ പച്ചമുളക് കൂട്ടിയും കുറച്ചൊക്കെ കൊടുക്കാം. ഉമ്മ ചെറുപ്പം മുതലേ ഇതുപോലെ കുക്കിങ്ങിലൊക്കെ ഓരോ പുതിയ പരീക്ഷണങ്ങളൊക്കെ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അതൊക്കെ കണ്ടിട്ടാണ് എനിക്കും കുക്കിങ്ങിലൊരു ഇൻട്രസ്റ്റ് വന്നു തുടങ്ങിയത്. അപ്പോൾ ഇത് ഉമ്മാൻ്റെ ഒരു പുതിയൊരു റെസിപ്പി തന്നെയാണ്. അപ്പോൾ കുറേ ആയി ഉമ്മ ഇങ്ങനെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇതിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടുതൽ ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് വീണ്ടും നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിൻ്റെ ഒരു പച്ചമണം മാറുന്ന വരെ ഒന്ന് ചെറുതായിട്ട് ഇളക്കാം. സിമ്പിൾ റെസിപ്പിയാണ്, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും, നല്ലൊരു ടേസ്റ്റുമാണ്. അപ്പം ഇതിലേക്ക് ഞാനൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് മല്ലിയിലയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ലാസ്റ്റും കൂടെ കുറച്ചും കൂടെ ഞാൻ മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എല്ലാവരും സേമിയ വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ ഈ ബിരിയാണി ഉണ്ടാക്കണ പോലെ മസാലയൊക്കെ ചേർത്തിട്ട് അതുപോലെ ഉണ്ടാക്കൽ, അതുപോലെയല്ല ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഈ ഒരു കപ്പിൻ്റെ അളവിൽ 1/4 കപ്പ് വെള്ളം ഞാൻ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ സമയത്തായിട്ട് ഒരു 1/4 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ എടുക്കുന്ന സേമിയൻ്റെ അളവിനനുസരിച്ച് വേണം വെള്ളം ഒഴിച്ച് കൊടുക്കാൻ. അപ്പോൾ ഞാൻ 1/4 കപ്പും കൂടെ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ആഡ് ചെയ്യാം. വെള്ളം ഏറിപ്പോയാൽ സേമിയ നല്ല പായസം പോലെ ആവും. അപ്പോൾ അതില്ലാതിരിക്കാൻ കറക്റ്റ് അളവിൽ വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാൻ 2 പാക്കറ്റ് സേമിയക്ക് 1/4 കപ്പിലാണ് ഞാൻ വെള്ളം എടുത്തിരിക്കുന്നത്. ഞാൻ നേരത്തെ കാണിച്ച കപ്പിൻ്റെ അളവിലാണ് വെള്ളം എടുത്തത്. ഇനി ഇതിലേക്ക് കുറച്ച് നമ്മുടെ പുളിയില്ലാത്ത തൈരും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. അതൊരു 1/2 ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുത്താൽ മതിയാവും. അതും കൂടെ നല്ലപോലെ ഒന്ന് ഇളക്കിയിട്ട് നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് ഇതൊന്ന് തിളവരണം. അപ്പോൾ ഇതാ നമ്മുടെ വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് തിളച്ച് വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നന്നായി തിള വന്ന് തുടങ്ങുമ്പോൾ നേരത്തെ നമ്മൾ വറുത്ത് വെച്ച
സേമിയ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഇതൊന്ന് കുറച്ച് വെച്ചിട്ട് ആഡ് ചെയ്തിട്ട് പിന്നെ ഒന്ന് തീ കൂട്ടി കൊടുത്താൽ മതി, അല്ലെങ്കിൽ പെട്ടെന്ന് വെള്ളമൊക്കെ ഒന്ന് വറ്റിപ്പോവും. അപ്പോൾ ഞാൻ എല്ലാ സേമിയ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കൈ വിടാതെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക, അല്ലെങ്കിൽ ചിലയിടത്തൊക്കെ സേമിയ വേവും ചിലയിടത്തൊന്നും വേവൂല. അപ്പോൾ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. വെള്ളമൊക്കെ ഒന്ന് കുറുകി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് കൈ വിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് വെള്ളം വറ്റിപ്പോവും, സേമിയ നല്ലപോലെ വെന്ത് കിട്ടൂല. ലാസ്റ്റായിട്ട് കുറച്ച് മല്ലിയിലയും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ തീയൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് കറക്റ്റായി വന്നിട്ടുണ്ട്, വെള്ളമൊക്കെ വറ്റി കറക്റ്റാണ്. ഇനി നമുക്കൊരു റവ കൊഴുക്കട്ട ഉണ്ടാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ചെറിയ കാണുന്ന കപ്പിൻ്റെ അളവിൽ 1.5 കപ്പ് വെള്ളം ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ചെറിയ കപ്പാണ്, അപ്പോൾ അതിൻ്റെ അളവിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ വെള്ളത്തിന് ആവശ്യമുള്ള ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് വെള്ളം ഒന്ന് തിളച്ച് വന്ന് തുടങ്ങുമ്പോൾ റവ ആഡ് ചെയ്ത് കൊടുക്കാം. റവ ഞാൻ ആ കപ്പിൽ തന്നെ 3/4 കപ്പ് അളവാണ് ഞാൻ എടുത്തിരിക്കുന്നത്. റവ ഇട്ടതിന് ശേഷം കൈവിടാതെ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക, അല്ലെങ്കിൽ കട്ട പിടിച്ചിട്ട് ചിലടത്ത് വേവില്ല. അപ്പോൾ നല്ലപോലെ ഒന്ന് ഇളക്കിയിട്ട് ഉപ്പുമാവ് പോലെ ഇതുപോലെ ഒന്ന് ആക്കിയെടുക്കണം. അപ്പോൾ ഇതൊന്ന് ആറാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പോഴേക്കും ഇതിനകത്ത് വെക്കേണ്ട ഫില്ലിങ് നമുക്ക് ഉണ്ടാക്കി വെക്കാം. അതിന് വേണ്ടിയിട്ട് ഒരച്ച് ശർക്കര ഞാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് അതൊന്ന് ഉരുക്കിയെടുക്കാം. ശർക്കരയൊക്കെ ഉരുകി വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഈ കറക്റ്റ് പാകമാവുന്ന ടൈമിൽ നമ്മൾ ചിരകി വെച്ച തേങ്ങ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഒരച്ച് ശർക്കരയ്ക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് തേങ്ങ തന്നെ ആഡ് ചെയ്തിട്ടുള്ളൂ. നിങ്ങൾ എടുക്കുന്നതിന് അളവിനനുസരിച്ച് തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിനൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഏലക്കാപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്, ഒരു 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി. അപ്പോൾ അതും കൂടി ഇട്ടിട്ട് വീണ്ടും നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതിൻ്റെ ശർക്കരയൊക്കെ നല്ലപോലെ ഒന്ന് ഉരുക്കി ഒന്ന് കട്ടിയായിട്ടുള്ള ഒരു ഫില്ലിങ് പോലെ ആക്കിയെടുക്കണം. അപ്പോൾ ഒന്ന് വെള്ളമൊക്കെ ഒന്ന് വറ്റട്ടെ. അരിപ്പൊടിയൊക്കെ ഒന്ന് മാറ്റി പിടിച്ച റവ കൊണ്ടാണ് നമ്മളിന്ന് കൊഴുക്കട്ട ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ റവയൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചില്ലേ, അപ്പോൾ അതിനകത്ത് ഫില്ലിങ് വെക്കുമ്പോൾ ഒരുപാട് ഇതിൽ വെള്ളം ഉണ്ടെങ്കിൽ ഒഴുകി പോകും, നമുക്ക് നല്ലപോലെ ഒന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇതിൽ വെള്ളമൊക്കെ നല്ലപോലെ ഒന്ന് വറ്റിച്ചെടുക്കണം. അപ്പോൾ ഇത് വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നപ്പോൾ ഞാനിതാ തീ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ കയ്യിൽ കുറച്ചൊന്ന് നെയ്യോ അല്ലെങ്കിൽ വെളിച്ചെണ്ണ ഒന്ന് പുരട്ടി കൊടുക്കുക. എന്നിട്ട് ഇതേപോലെ ഒന്ന് നല്ല ചൂടുണ്ട് കേട്ടോ. അപ്പോൾ ഇതേപോലെ ഒന്ന് കുഴച്ചെടുക്കുക. ഇളം ചൂടോടുകൂടെ തന്നെ കുഴയ്ക്കുമ്പോൾ നമ്മുടെ റവ ഒരു ഉണങ്ങാതെ കറക്റ്റായിട്ടൊന്ന് റൗണ്ടിലായിട്ട് കിട്ടും. അത് ചൂട് കുറയും തോറും അതിങ്ങനെ നമുക്കിതുപോലെ ബോളാക്കി എടുക്കാൻ കുറച്ച് പ്രയാസമായിരിക്കും. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് എല്ലാ ബോൾസും റെഡിയാക്കി എടുക്കാം. അപ്പോൾ ബോൾസൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫില്ലിങ് വെക്കണം. അപ്പോൾ ഫില്ലിങ് വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതേപോലെ ഈ സൈഡ് ഭാഗങ്ങളൊക്കെ ഇങ്ങനെ ആക്കിയിട്ട് നടുവിലൊരു കുഴി പോലെ ആക്കി കൊടുക്കുക. അപ്പോൾ കുഴിയിൽ നമുക്കിതുപോലെ നമ്മുടെ തേങ്ങൻ്റെ ഫില്ലിങ് വെച്ചിട്ട് ഇതേപോലെ അത് നല്ലപോലെ റൗണ്ടാക്കി എടുക്കുക. ചിലപ്പോൾ ഇങ്ങനെ ഓട്ടയിലൂടെ നമുക്കിങ്ങനെ ഫില്ലിങ്ങൊക്കെ പുറത്തേക്ക് വരും, അപ്പോൾ അതൊക്കെ കറക്റ്റാക്കിയിട്ട് വേണം ചെയ്യാൻ. എന്നിട്ട് നമുക്ക് നമ്മൾ ഇഡ്ഡലി പാത്രത്തിൽ തന്നെയാണ് സ്റ്റീം ചെയ്യുന്നത്. അപ്പോൾ അതിൽ കുറച്ച് നെയ്യൊന്നും ഞാനൊന്ന് പുറത്തേക്ക് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഇതുപോലെ നമുക്ക് ഓരോ ഉരുളയായിട്ട് എടുത്ത് വെക്കാം. നല്ലപോലെ അടച്ചിട്ട് സ്റ്റീം ചെയ്യാം. അപ്പോഴേക്കും ഇനി നമുക്ക് ഒരു അടിപൊളി ജ്യൂസ് ഉണ്ടാക്കണം റോബസ്റ്റ പഴം കൊണ്ട്. അപ്പോൾ ഞാൻ 3 റോബസ്റ്റാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് ഇതിലേക്ക് ഞാൻ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്, ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് നമ്മുടെ വാനില എസൻസ് ആണ്. 1/4 ടീസ്പൂൺ വാനില എസൻസ് ആണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇത് ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും, നമ്മുടെ ജ്യൂസിന് തന്നെ നല്ലൊരു ടേസ്റ്റ് കിട്ടും.
അപ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. റോബസ്റ്റ പഴത്തിൽ ഇങ്ങനെ ഒന്ന് ആഡ് ചെയ്ത് നോക്കുക. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടെ ആഡ് ചെയ്യാം. 3 പഴത്തിനനുസരിച്ചിട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ചേർത്ത് നല്ലപോലെ പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് വീണ്ടും കുറച്ചും കൂടെ പാലൊഴിച്ച് കൊടുക്കണം. ചോക്ലേറ്റൊക്കെ ആഡ് ചെയ്തുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇനി ആവശ്യത്തിനുള്ള തണുത്ത വെള്ളം കൂടെ ആഡ് ചെയ്തിട്ട് വീണ്ടും നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇനി അടിച്ചെടുത്ത് നമുക്കിത് ജഗ്ഗിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നല്ല രുചി ഉണ്ടാവും ഈ ഡ്രിങ്ക്. അപ്പോൾ എല്ലാവരും ഒന്നും ഇഫ്താറിനൊന്ന് ഉണ്ടാക്കി നോക്കുക. സിമ്പിളാണ്, നല്ല ടേസ്റ്റിയാണ്. വാനില എസൻസ് മാത്രം ഉണ്ടെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കി നോക്കാം. ഇനി മാംഗോ ജ്യൂസും കൂടെ അടിച്ചെടുത്ത് ഞാൻ ജഗ്ഗിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് 2 ജ്യൂസാണുള്ളത്, മാംഗോ ജ്യൂസും അതുപോലെ തന്നെ വാനില റോബസ്റ്റ ജ്യൂസും. അപ്പോൾ ഇത് നമ്മുടെ 2 ഡ്രിങ്കും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അത് ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം. ഒരു ഭംഗിക്കും അതുപോലെ തന്നെ കുടിക്കുമ്പോൾ ചെറുതായിട്ടൊന്ന് കടിക്കാനും വേണ്ടിയിട്ട് മാംഗോ ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വാനില ആൻഡ് റോബസ്റ്റ ജ്യൂസ് കൂടെ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതുവരെ ആരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്തില്ലെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വാനില എസൻസൊക്കെ എന്തായാലും എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവും. അപ്പോൾ ഒന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതിൻ്റെ മേലെ ഞാൻ ഇതിന് ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ടും കുടിക്കുമ്പോഴൊക്കെ നല്ല ഇടയ്ക്ക് കഴിക്കാൻ വേണ്ടിയിട്ടും ഞാൻ ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്ത് മേലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. 3 പഴം ഉണ്ടെങ്കിൽ നമുക്ക് ഒരു 5-6 പേർക്കൊക്കെ അടിപൊളിയായിട്ട് കുടിക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഇന്നത്തെ ഇഫ്താർ സ്പെഷ്യൽ റെസിപ്പീസൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. റവക്കൊഴുക്കട്ട, അതുപോലെ നമ്മുടെ 2 ജ്യൂസ്, മസാല സേമിയ. അപ്പോൾ ഇതുപോലെയൊക്കെ ഒന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഡിഫറെൻ്റ് ആയിട്ട് ഒന്ന് ട്രൈ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ല വിഭവങ്ങളാണ്. എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റും. സിമ്പിളായിട്ട് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ചാനലിലെ പ്രീവിയസ് വീഡിയോസൊക്കെ കാണാൻ സപ്പോർട്ട് ചെയ്യുക. അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ അതുവരേക്കും അസ്സലാമു അലൈക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.